അപ്പോൾ നമ്മൾ വാട്ട് ഇഫ് സീസൺ 2 എപ്പിസോഡ് 4 ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പുള്ള എപ്പിസോഡ്സ് ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് 1 ന്യൂയോർക്ക് ബാറ്റിലാണ്. അതായത് ആ ന്യൂയോർക്ക് ബാറ്റിൽ ആ ന്യൂക്ലിയർ വെപ്പൺ നേരെ ആ പോർട്ടലിൽ കൂടെ ചിറ്റാര ആർമീനെ നശിപ്പിച്ചിട്ട് നമ്മുടെ അയൺമാൻ കൃത്യം ആ പോർട്ടലിൻ്റെ ഉള്ളിൽ കൂടെ താഴെ വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ യൂണിവേഴ്സിൽ അയൺമാൻ എത്തുന്നതിന് മുമ്പേ തന്നെ ആ പോർട്ടൽ ക്ലോസ് ആവുകയാണ്. അങ്ങനെ ആ സ്പേസിൽ അയൺമാൻ കാണാതാവാണ്. അങ്ങനെ പുള്ളി എവിടേക്കോ തടഞ്ഞ് എങ്ങനെയൊക്കെയോ കോസ്മോസിൽ കൂടെ ഒരു പ്ലാനറ്റിൽ ചെന്ന് വീഴാണ്. അങ്ങനെ പുള്ളി നേരെ ചെന്ന് വീഴുന്നത് വേറെ എവിടെയല്ല, സക്കാറിലാണ്. അത് ഗ്രാൻഡ് മാസ്റ്ററുടെ മുമ്പിൽ. അങ്ങനെ അവിടെ എത്തിയതും നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ മെറ്റൽ മോജോ മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അയൺമാനെ പെട്ടെന്ന് മനസ്സിലാവാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി താനോസിൻ്റെ ചിറ്റാരിയോ ആർമീനെ നശിപ്പിച്ച ആളെന്ന നിലയ്ക്ക് ഈ യൂണിവേഴ്സ്, അതായത് ഈ കോസ്മോസ് മൊത്തവും നമ്മുടെ അയൺമാൻ ഒരു ഫേമസ് പേഴ്സൺ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് നമ്മുടെ അയൺമാൻ ഇപ്പോൾ ജസ്റ്റ് ആ ആർമീനെ നശിപ്പിച്ചിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ ഓൾറെഡി അത് നടന്നു കഴിഞ്ഞിട്ട് ഏതാണ്ട് ആഴ്ചകളായി. കാരണം സക്കാർ എന്ന് പറയുന്ന പ്ലാനറ്റിൽ ഓഫ്കോഴ്സ് ടൈം വേറെ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ അയൺമാൻ അവിടുന്ന് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പം തന്നെ അവിടെയുള്ള ചേച്ചി മെറ്റൽ ഉരിക്കുന്ന പോലത്തെ ഒരു കമ്പ് വെച്ചിട്ട് അവിടെയുള്ള ഒരു പ്രതിമ ഉരുക്കിയത് കണ്ടതും ഈ പ്രതിമേനെ എങ്ങനെ ഉരുക്കിയെങ്കിൽ നമ്മളൊക്കെ പെട്ടെന്ന് ഉരുക്കി കളയാന്ന് വിചാരിച്ചിട്ട് പുള്ളി അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഗ്രാൻഡ് മാസ്റ്റർ പറയുന്നത് പുള്ളിയുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ഒരു റേസ് നടക്കുന്നുണ്ട്, അത് കണ്ടിട്ടൊക്കെ പോവാന്ന്. അങ്ങനെ ആ റേസ് വെറും റേസ് അല്ല, ഒരു ഡെത്ത് റേസ് ആണ്. അതിലെല്ലാവരും വില്ലിംഗ്ലി ആണ് പങ്കെടുക്കുന്നത്. അതിലൊരു റേസർ വേറെ ആരുമല്ല, നമ്മുടെ വാൽക്കരിയാണ്. അങ്ങനെ ആ ഡെത്ത് റേസിൽ പരസ്പരം എല്ലാ കാറും ബസ്സും ഒക്കെ വെച്ചിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലുകയാണ്. അവസാനം നമ്മുടെ വാൽക്കരിയുടെ വണ്ടിയും തകർന്ന് റേസിൽ നിന്ന് ഔട്ടാവാണ്. അങ്ങനെ ബാക്കിയുള്ള റേസേഴ്സ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താനായപ്പോൾ തന്നെ ആരും ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് മാസ്റ്റർ ഫ്ലഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ മോൺസ്റ്ററിനെ ഇറക്കി വിടുകയാണ്. അങ്ങനെ ആ ഫ്ലഫി അവിടെയുള്ള ബാക്കിയുള്ള റേസ്കാരൊക്കെ ഇടിച്ച് തകർത്ത് നശിപ്പിച്ച് നമ്മുടെ കോർഗിന് നേരെ വരികയാണ്. കോർഗ് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. അപ്പം തന്നെ ഏതാണ്ട് ചവിട്ടി കൊല്ലാൻ പോയതു നമ്മുടെ അയൺമാൻ്റെ ഉള്ളിലെ ഹീറോ എഴുന്നേറ്റിട്ട് പുള്ളിയുടെ പകുതിയുള്ള സൂട്ടായിട്ട് നേരെ ആ ഗ്രൗണ്ടിലേക്ക് ഇറക്കി ആ ഫ്ലഫീനെ അറ്റാക്ക് ചെയ്ത് കോർഗിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ അഫ്കോഴ്സ് പുള്ളിയുടെ സൂട്ട് ഓൾറെഡി ഡാമേജ്ഡ് ആണ്, വർക്കാവുന്നില്ല. അങ്ങനെ നമ്മുടെ ടോണി സ്റ്റാർക്കും കോർഗും ഏതാണ്ട് ആ ആനയുടെ കൈ കൊണ്ട് വടിയായെന്ന് വിചാരിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ആരോ ആ ആനേനെ ലാസ്റ്റ് ചെയ്ത് കൊന്നുകളയാണ്. നോക്കുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ ഗമോറ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി ഗമോറ ഇപ്പോൾ ടോണി സ്റ്റാർക്കിനെ സേവ് ചെയ്തിരിക്കുകയല്ല, ടോണി സ്റ്റാർക്കിനെ അവക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ഫ്ലഫീനെ കൊന്നിരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ റേസ് നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അയൺമാനും ഗമോറേനും ആ ഒബീഡിയൻ ഡിസ്ക് വെച്ചിട്ട് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ പിടിക്കുകയാണ്. അങ്ങനെ ഇവരെ 3 പേരും ഒരു റൂമിൽ അടച്ചിട്ടപ്പോൾ തന്നെ നമ്മുടെ അയൺമാൻ പുള്ളിയുടെ ആർക്ക് ക്രിയേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ തിരിച്ചിട്ട് കൂളായിട്ട് തന്നെ ആ ഒബീഡിയൻ ഡിസ്ക് ഇലക്ട്രിക്യൂട്ട് ചെയ്തിട്ട് ഊരിക്കളയാണ്. എന്നിട്ട് കോർഗിനും കൂടിയിട്ട് അവിടുന്ന് പുറത്ത് കിടക്കുകയാണ്, ഗമോറേനെ അതിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചുവിട്ടിട്ട്. അങ്ങനെ ടോണി സ്റ്റാർക്ക് അവിടുന്ന് ഒരു ഷിപ്പ് എടുത്ത് എസ്കേപ്പ് ആവാൻ വേണ്ടി വന്നപ്പോൾ തന്നെ ഗമോറ അവളുടെ രീതിക്ക് അതൊക്കെ ഇടിച്ച് തകർത്ത് പുറത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇവർ തൊട്ടടുത്ത് നിന്ന് അടിച്ചിട്ട ഒരു സോൾജറിൻ്റെ കയ്യിലുള്ള ഒരു ഒബീഡിയൻ ഡിസ്ക് കൺട്രോൾ വെച്ചിട്ട് ഗമോറേനെ ഇലക്ട്രിക്യൂട്ട് ചെയ്ത് വീഴ്ത്തുകയാണ് ടോണി സ്റ്റാർക്ക്. അപ്പോഴാണ് അവിടെ ഒരു വലിയ അലാറം നടക്കുന്നത്. അതായത് ഗ്രാൻഡ് മാസ്റ്റർ അവിടെയുള്ള ജനങ്ങളോടൊക്കെ പറയാണ്, അതായത് നിങ്ങളെല്ലാവരും ഒരുപാട് പട്ടിണിയും പ്രശ്നത്തിലൊക്കെ ആണെന്ന് കേട്ടല്ലോ, എന്തായാലും അതൊന്നും നോക്കാൻ എനിക്കിപ്പോൾ സമയമില്ല, എൻ്റെ മെറ്റൽ മോജോ മാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്, എല്ലാവരും പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ജനങ്ങളെക്കുറിച്ച് യാതൊരു കൺസേണും ഇല്ലാതെ സംസാരിക്കുകയാണ് ആ തിണ്ടി ഗ്രാൻഡ് മാസ്റ്റർ. അപ്പം തന്നെ നമ്മുടെ ഗമോറയും പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും തോക്കും, നിങ്ങളുടെ ഹ്യൂമൻ റേസ് തന്നെ തോക്കും, താനോസ് പുള്ളിയുടെ റിവെഞ്ച് എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് അയൺമാൻ ചോദിക്കുന്നത്, താനോസോ അതാരാണ്, നീ എന്തിനാണ് ഇപ്പം എന്നെ കൊല്ലാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചതു. അപ്പോഴാണ് നമ്മുടെ ഗമറ പറയുന്നത്, നീ ചിത്തോരി ആർമീനെ നശിപ്പിച്ചു, അത് കാരണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ആ ചിത്തോര ആർമി താനോസ് ആണെന്നും താനോസാണ് ന്യൂയോർക്കിനെ അറ്റാക്ക് ചെയ്തതെന്നൊക്കെ അയൺമാൻ അറിയുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ആ ഒബീഡിയൻ ഡിസ്ക് വെച്ചിട്ട് തന്നെ ഗമോറേനെ തട്ടിക്കളയാൻ വേണ്ടി നമ്മുടെ അയൺമാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ഗ്രാൻഡ് മാസ്റ്ററുടെ ഡയലോഗടി പുള്ളി കേൾക്കുന്നത്, ആദ്യം ഈ പ്ലാനറ്റിനുള്ള ജനങ്ങളെ എനിക്ക് രക്ഷിക്കണം, എന്നിട്ട് നിന്റെ തന്തപടിയും തപ്പി ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അയൺമാൻ അവിടുന്ന് പോവാണ്. അഫ്കോഴ്സ് ഇപ്പം നമ്മുടെ അയൺമാന് വേണ്ടതെന്നാണ്, ഒരു ടീമാണ്. അങ്ങനെ കോർഗിനെയും കൂട്ടി വാൾക്കരിയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് ഈ പ്ലാനറ്റിന് ഒരു ഫ്രീഡം ഉണ്ടാക്കി കൊടുക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് അഫ്കോഴ്സ് നമ്മുടെ അയൺമാൻ പുതിയ സൂട്ട് ഉണ്ടാക്കുകയാണ്. അതായത് ഈ സക്കാർ എന്ന് പറയുന്നത് ഒരു സ്പേസ് ഡംപ് പോലത്തെ സ്ഥലമാണ്, അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു സൂട്ട് ഉണ്ടാക്കുകയാണ് പുള്ളി. എന്നിട്ട് ഹൾക്ക് ബസ്റ്റർ പോലെ ഒരു സൂട്ട് ഉണ്ടാക്കിയിട്ട് ഗ്രാൻഡ് മാസ്റ്ററിനെ തല ചലഞ്ച് ചെയ്യാണ്. അതായത് നമുക്ക് രണ്ടുപേർക്കും ഒരു റേസ് ചെയ്യാം, ഞാൻ ജയിക്കുകയാണെങ്കിൽ ഈ പ്ലാനറ്റ് എനിക്ക് സ്വന്തവും, നീ ജയിക്കുകയാണെങ്കിൽ നീ എടുത്തോ ഈ പ്ലാനറ്റ് എന്ന് പറയുകയാണ് ഗ്രാൻഡ് മാസ്റ്ററിനോട്. അപ്പം തന്നെ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററും, നീ എന്തിനാണ് ഈ പ്ലാനറ്റ് എൻ്റെ എന്ന് പറയുന്നത്, ഈ പ്ലാനറ്റ് ഓൾറെഡി തന്നെയാണെന്ന് പറയുകയാണ് ഗ്രാൻഡ് മാസ്റ്റർ. അപ്പോൾ തന്നെ ഗമോറ, ഇതൊരു ട്രാപ്പാണ്, അവൻ്റെ വേൾഡിൽ ടോണി സ്റ്റാർക്ക് ഒരു ജീനിയസ് ആണെന്ന് പറയാണ്. അപ്പം തന്നെ ഗ്രാൻഡ് മാസ്റ്ററും, ഇവിടെ അല്ല എന്ന് പറയാണ്, അഫ്കോഴ്സ് നീ മണ്ടൻ തന്നെയാണ് ആ പട്ടി. അങ്ങനെ നമ്മുടെ അയൺമാനും ടീമും ആ റേസിന് ഇറങ്ങാണ്. ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ ഗമോറേനെയും പിടിച്ചൊരു കാറിൽ ഇരുത്താണ്. അങ്ങനെ ഗമോറയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഫ്കോഴ്സ് അവളിപ്പോഴും വില്ലത്തിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേറ്റർ നമ്മുടെ അയൺമാൻ വെക്കുകയാണ്. അങ്ങനെ റേസ് തുടങ്ങുകയാണ്. പക്ഷേ റേസിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞതു അയൺമാൻ്റെ വണ്ടി തകർത്ത് കളയാണ്.
അപ്പോഴാണ് മനസ്സിലാവുന്നത് അയൺമാൻ സൂട്ട് തന്നെ ഒരു വണ്ടിയാക്കി മാറ്റാൻ പറ്റുന്ന രീതിക്കാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതെന്ന്. അങ്ങനെ ആ വണ്ടി വെച്ച് പുള്ളി റേസ് ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ ആ പോക്കിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഗമോറേനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ലവളാക്കി. അങ്ങനെ അവളും ഈ റേസിൽ അവനെ ഹെൽപ്പ് ചെയ്തിട്ട് അവസാനം നമ്മുടെ അയൺമാൻ ആ റേസിൽ ജയിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പുള്ളിയുടെ ആ കാറ് വീണ്ടും സൂട്ടാക്കിയിട്ട് തന്നെ ഇടുകയാണ്. പക്ഷെ അപ്പം തന്നെ ആ കള്ളപ്പന്നി ഗ്രാൻഡ് മാസ്റ്റർ ആക്ച്വലി ഇവിടെ ആരും ജയിച്ചിട്ടില്ല, നമ്മളിപ്പോൾ ടൈ ആയിരിക്കുകയാണ്. ടൈ ആയിക്കഴിഞ്ഞാൽ ആരാണ് ജയിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. സോ ഞാൻ എന്നെ തന്നെ ജയിച്ചതായി പ്രഖ്യാപിക്കുന്നു എന്ന് പറയാണ് ഗ്രാൻഡ് മാസ്റ്റർ. നാണുണ്ടോ പന്നി, തോറ്റെന്ന് സമ്മതിക്കണം. പക്ഷെ അഫ്കോഴ്സ് അവിടുത്തെ ജനങ്ങളൊന്നും സമ്മതിക്കുന്നില്ല, അയൺമാനും സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ ആ ചേച്ചി ആ ഉരുക്കുന്ന ആ സ്റ്റിക്കുമായിട്ട് നേരെ വരുന്നത്. കൃത്യം ഇത് കണ്ടതും നമ്മുടെ വാൽക്കരി പുള്ളിക്കാരത്തിൻ്റെ വണ്ടി വെച്ചിട്ട് അതിന് ഇടിക്കുകയാണ്. അങ്ങനെ നേരെ ആ സ്റ്റിക്ക് പറന്ന് വന്ന് ഗ്രാൻഡ് മാസ്റ്ററുടെ കാലിൽ തട്ടുകയാണ്. അങ്ങനെ പുള്ളി ഉരുക്കി പോവാണ്. അങ്ങനെ പിന്നെന്താ, അവിടുന്ന് സ്ലോ മോഷനിൽ നമ്മുടെ വാൽക്കരി നടന്നു വരുമ്പോൾ തന്നെ അവളെ ഒരു കിങ്ങിനെ പോലെ എല്ലാവരും ചീറപ്പിയാണ്. അങ്ങനെ നമ്മുടെ അയൺമാനും ഈ പ്ലാനറ്റ് അവളെ ഏൽപ്പിച്ച് കിങ് ആക്കിയിട്ട് അവിടുന്ന് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോഴാണ് നമ്മുടെ ഗമോറ പറയുന്നത് നീ ഇല്ലാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ലാന്ന്. അങ്ങനെ അയൺമാനും ഇതിനൊരു അവസാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ ഒരു പ്രിസണറായിട്ട് ഗമോറയുടെ കൂടെ താനോസിൻ്റെ അടുത്തേക്ക് പോവാണ്. പക്ഷെ അത് ഇവരുടെ പ്ലാനായിരുന്നു. അപ്പം തന്നെ നമ്മുടെ താനോസ് നീയാണ് ടോണി സ്റ്റാർക്ക് എന്ന് ചോദിച്ചതും പിന്നെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞത് ഉടനെ തന്നെ നമ്മുടെ ഗമോറ ചാടി ആ ഉരുക്കുന്ന ആ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മുടെ താനോസിനെ അങ്ങ് ഉരുക്കി കളയാണ്. താനോസ് മറുകയാ സാല.